കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം യുവതി മരിച്ചതായി പരാതി. കഞ്ചാർ മുരിക്കാട്ടുകുടി സ്വദേശി ഗീതു ജോമോനാണ് കഴിഞ്ഞ ശനിയാഴ്ച മരിച്ചത്. ഇത് സംബന്ധിച്ച് വീട്ടുകാർ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. കുഞ്ഞു പോയി ഇനി ആർക്കും ഇങ്ങനെ വരരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നത്, അതുങ്ങൾ അവിടെ ആര് സമാധാനം പറയും? ഇപ്പൊ ഞങ്ങളെല്ലാരും ഉള്ളത് കൊണ്ട് അതുങ്ങൾ കളിച്ചു നടത്തുന്നു. ഞങ്ങൾ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ പ്രകാരം ഓർത്ത് നോക്കിക്കുക. പൊടിക്കുഞ്ഞുങ്ങളാ, ആ കുഞ്ഞാണ് 2 ദിവസമേ ആഹാരം കഴിച്ചിട്ട് അതിന്റെ അമ്മയെ തിരക്കി അത് നിൽക്കുക. ആഹാരം പോലും ആ കുഞ്ഞ് കഴിക്കുന്നില്ല. ഞങ്ങളുടെ ഇതിലൊന്നും വരുന്നു, ഞങ്ങൾ വല്ലപ്പോഴും വരുന്നതുകൊണ്ട് ഞങ്ങളെ അതിനെ അറിയത്ത് പോലുമില്ല. അത് ആരുടെയും കൈ പോയില്ല, ജോമോന്റെ തോളെ തന്നെ കിടക്കും. അത് ആഹാരം കഴിക്കുന്നില്ല. ഇതുങ്ങളെയൊക്കെ കണ്ണുനീര് ദൈവം കാണട്ടെ. ആശുപത്രിയും വെച്ചോണ്ടിരിക്കുന്നു. ജൂലൈ 25-ാം തീയതി ഉച്ചയോടെയാണ് ഗീതുവിനെ പനിയെ തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡോക്ടർ പരിശോധിച്ച് മരുന്നുകൾ നൽകി മടക്കി അയച്ചു. പിന്നീട് രാത്രി 9 മണിയോടെ ശരീരവേദനയും പനിയും കൂടി വീണ്ടും ആശുപത്രിയിലെത്തി. വേദനയ്ക്കുള്ള കുത്തിവയ്പ് എടുത്ത ശേഷം ഗീതുവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. അല്പസമയത്തിന് ശേഷം ശ്വാസതടസ്സം അനുഭവപ്പെട്ട ഗീതു പുലർച്ചെ 2:30 മരിച്ചു. ആരോഗ്യസ്ഥിതി വഷളായിട്ടും പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറായില്ലെന്നും മറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചില്ലെന്നും ഗീതുവിന്റെ ഭർത്താവ് ജോമോൻ പറഞ്ഞു. മരിച്ചു കഴിഞ്ഞ പിന്നെയാണ് ഡോക്ടർ പോലും ഒന്നും പറഞ്ഞില്ല. ഡോക്ടറെ കാര്യം വന്ന് എന്നോട് ആദ്യം ചോദിച്ചത് എന്നാ അസുഖമായിട്ടായിരുന്നു കൊണ്ടുവന്നതെന്ന് എന്നോട് ഡോക്ടർ ആദ്യം ചോദിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞ് പൾസ് കിട്ടുന്നില്ല, ഞാനിപ്പോ എന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ആദ്യത്തെ അനിയൻ അവിടെ വന്നു. അനിയൻ വന്നു വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അനിയനും മനസ്സിലായി ഇങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലായി. അന്നേരം ഡോക്ടറോട് ചോദിച്ചു, ഞങ്ങൾ ചോദിച്ചല്ല ഡോക്ടറെ എവിടെയെങ്കിലും കൊണ്ടുപോകേണ്ട, ഇതിപ്പോ എന്നാ സംഭവിച്ചെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ പോലീസുകാരനെ പിന്നെ പുറകെന്ന് വന്നിട്ടുണ്ട്. അന്നേരം 2 മണി പോലീസ് അവിടെ വന്നു. പിന്നെ ഒരു 15 മിനിറ്റ് പോലും ബോഡി അവിടെ കിടത്തിയില്ല. അന്നേരം മോർച്ചറിലേക്ക് പോലീസുകാർ ഉൾപ്പെടെ മാറ്റുമായിരുന്നു. ആരും ഇവിടെ നിൽക്കേണ്ട, പോലും പോരെന്ന് പറഞ്ഞ് വിളിച്ച ബന്ധുക്കാരൊക്കെ വന്നിച്ച് അവരെ വണ്ടിയെന്ന് ഇറങ്ങാൻ പോലും പോലീസുകാർ സമ്മതിച്ചിട്ടില്ല. തങ്ങളുടെ കുടുംബത്തിനുണ്ടായ ദുരവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുതെന്നും മകളുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഗീതുവിന്റെ അമ്മ ഗീതയും ആവശ്യപ്പെട്ടു. ഇവരന്ന് ഇടയ്ക്ക് വന്നു നോക്കുകയും ചെയ്യണ്ടേ? ഈ കുഞ്ഞിനെ കൊണ്ടൊന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞ് ഇതുപോലെ വേദനയെന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ഈ സിസ്റ്റർമാരാണെങ്കിലും ഒന്ന് വന്ന് നോക്കണ്ടേ കുഞ്ഞുങ്ങളെ? ഇതെന്നാ പറ്റിയെന്നേലും. ഡോക്ടർ അന്നേരം ഒന്ന് വന്നതല്ല, പിന്നെ ഡോക്ടറെ കണ്ടില്ല. കൊച്ചു മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ സിസ്റ്റർ ഓടിച്ചെന്ന് ഡോക്ടറെ വിളിച്ചോണ്ട് വരുക. വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്നത്. ഇനി ഒന്നും മിണ്ടുന്നില്ല പുള്ളി, അന്നേരം അങ്ങ് പോവുക. പിന്നെ ഇന്ന് അവരോട് പറയുന്നത് ഞങ്ങൾക്ക് പറ്റിയ പോലെ തന്നെ ഇനി ആർക്കും വരരുത്. പാവപ്പെട്ട ഞങ്ങൾക്ക് സർക്കാർ ആശുപത്രി ഇല്ലാതെ എവിടെയാണ് ഞങ്ങൾ പോകേണ്ടത്? പണം ഉണ്ടെങ്കിൽ വലിയ വലിയ ആശുപത്രികളിൽ ഞങ്ങൾ പോയേനായിരുന്നു. നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.